അപ്പോൾ നമ്മൾ ഇന്നലെ ടാങ്ക് ആദ്യം നമ്മൾ പൊട്ടിയ ടാങ്ക് നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇറക്കി അത് ഒട്ടിച്ച് വെള്ളം നിറച്ച് ബാക്കി വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും നമ്മൾ പൊട്ടിച്ചു ആവേശം കാരണം. പിന്നെ നമ്മളത് വീണ്ടും ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് കാണിച്ച് ഞാൻ അകത്തൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഫോം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് തൊട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ അകത്തൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എംസിയിൽ വെച്ചിട്ട്. സോ ഇനി എനിക്ക് ഈ ടാങ്ക് ഒന്ന് വൃത്തിയാക്കിയ കൊള്ളാമെന്നുണ്ട്. ഞാൻ ജസ്റ്റ് തുണിയൊക്കെ വെച്ച് വെള്ളം ഒഴിക്കാതെ തുടച്ച് തേച്ചെടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സ്ക്രബ്ബറൊക്കെ എടുക്കണോ? അയ്യോ, തലയില്ലാത്ത മനുഷ്യൻ, തലയില്ലാത്ത നമ്മുടെ സ്ക്രബ്ബർ. ഇതിന്റെ അകത്തെ കോലം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെയാണ് ഇതിന്റെ അകത്തെ കോലം. ഒരു ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. കുറച്ച് പണിപ്പെട്ട് ഇത് കഴുകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ, കുറച്ച് പണിയില്ലേ കഴുകാൻ? അയ്യോ, ചവിട്ടി പിടിക്കണോ? ചവിട്ടി പിടിക്കാൻ ഗായ്സ്, ഇല്ലെങ്കിൽ ഇതിങ്ങി ഉരുണ്ട് വരും. ദേ കണ്ടോ, ഇത് തുടച്ച ഭാഗം, ഇത് തുടയ്ക്കാത്ത. നമ്മൾ മൊത്തം ഇനി നമ്മൾ തേച്ച് വൃത്തിയാക്കണം. ഇത് ക്ലീൻ ചെയ്തു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നോക്കിക്കോ, ടാങ്കിൻ്റെ അകം മറ്റേ സൈഡ് കാണിച്ചോളൂ. മുകളിൽ നമുക്ക് വൃത്തിയാക്കുന്നുണ്ട്. നമ്മുടെ പഴയ അവസ്ഥയിൽ നിന്ന് എത്രത്തോളം മാറണമെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നമ്മളെ പൊടി എല്ലാം അത്യാവശ്യം നമ്മളെ പറ്റുന്ന രീതിയിൽ തുടച്ചണം. ഞാൻ ഓവറായിട്ട് വെള്ളം യൂസ് ചെയ്യണം. വെള്ളം യൂസ് ചെയ്താൽ അടിയിൽ പോയി ഇത് അടിയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തേച്ചിട്ട് തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. സോ നമുക്കിനി ടാങ്ക് പ്ലേസിൽ വെള്ളം ഒഴിച്ചു നോക്കാം. നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇത് പൊക്കി നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക്. ഒരു ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഇത് രക്ഷപ്പെട്ടോന്ന് അറിയില്ല. ഇനി വെള്ളം ഒഴിച്ച് നോക്കിയാലേ പൊട്ടലൊട്ടിയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മൾ കിണറ്റിലെ വെള്ളമാണ് നിറയ്ക്കാൻ പോകുന്നത്. സോ അമ്മയുടെ നിന്ന് നമുക്കിപ്പോൾ വഴക്ക് കിട്ടും. പൊട്ടിപ്പോയാൽ നമുക്ക് ഒരു ടാങ്ക് വെള്ളം വേസ്റ്റ് ആണ്. ഓസൊക്കെ സെറ്റ് ചെയ്തു. കിണറ്റിലെ വെള്ളം എടുത്തേക്കാണ് ഗൈസ്. ഓസ് കുറച്ചൊന്ന് കഴുകി കൊടുക്കാം. അഴുക്കൊന്നും അകത്ത് പോകണ്ട. ഓഴ്സ് കുറച്ച് കുറവാണ്. സോ ഇത് നിറയട്ടെ. അതുവരെ നമുക്ക് ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ടാങ്ക് എല്ലാം സെറ്റാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി. വേറെ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വെള്ളം അടിയിൽ നിന്ന് പോകുന്നതൊന്നും ഇല്ല. നമുക്ക് ടാങ്ക് കാണാം. നമ്മൾ ഇത്രയും വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അവസ്ഥ. നല്ല വൃത്തിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ല. ഇനി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഫിഷിന് ഒരു എയറേഷൻ കൊടുക്കാനാണ്. ഫിൽറ്ററും എയറേഷൻ ട്യൂബും ഒക്കെ വെച്ചിട്ട്. പക്ഷേ അതിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. ഞാനൊരു ഇവിടെ അടുത്തുള്ളൊരു 1-2 ഫാമിൽ പോയി. ഒന്ന് ഇവിടെ കൊല്ലം പുല്ലിച്ചിറയ്ക്ക് അടുത്തുള്ളൊരു ഫാമിലും പിന്നെ നമ്മുടെ പൂയപ്പള്ളി പോകുന്ന റൂട്ടിലൊരു ഫാമിലും. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഇപ്പോൾ മീനൊന്നും ഇല്ല. അവരങ്ങനെ മീൻ വളർത്തുന്നതൊക്കെ നിർത്തി. സോ മീൻ കുഞ്ഞുങ്ങളെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതിന് തിരക്കി നോക്കണം. സോ ഇതാണ് നമ്മുടെ കറണ്ട് അവസ്ഥ. സോ ഇനി ബാക്കി വീഡിയോസ് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ബാക്കി ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ ഞാൻ അതിനെ ഇടുന്നു. ഒരാഴ്ച കഴിഞ്ഞുള്ള കുറച്ച് എങ്ങനെയാണ് അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ഫുഡാണ് അതിന് കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യാനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ മൺട്രോ തുരുത്തേടിയിലോട്ട് അവിടെ പോയൊന്ന് കറങ്ങി അവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയാനാണ്. സോ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇത് കിട്ടുന്നതനുസരിച്ചായിരിക്കും. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവാം. കാരണം സാറ്റർഡേ സൺഡേ മാത്രമേ നമുക്ക് ഫ്രീ ഉള്ളൂ. ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. സോ ആർക്കെങ്കിലും അറിയാവുന്ന ഏരിയയിൽ കൊല്ലം ട്രിവാൻഡ്രം ഏരിയയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മളൊരു ആദ്യം ഞാൻ പറയല്ലോ നമ്മൾ 10 എണ്ണത്തിനായിരിക്കും ആദ്യം ട്രൈ ചെയ്യുന്നത്. സോ അത് വർക്കൗട്ട് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ടാങ്കിൽ ഒരു 20-30 എണ്ണം കൊള്ളും. അത്യാവശ്യം വലിയ സൈസ് ആവുന്ന ഈ കട്ട്ള, തിലാപ്പിയ, പിന്നെ കരിമീൻ, അങ്ങനത്തെ മീനുകളാണ് ഞാൻ നോക്കുന്നത്. സോ ഇങ്ങനത്തെ മീനുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ തരിക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. സോ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുക. അവിടെ പോയി മീൻ എടുക്കാൻ ഞാൻ നോക്കും. സോ അതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നോക്കുന്ന ഒരു ഹെൽപ്പ്. സോ ബാക്കി വീഡിയോസ് എല്ലാം ഇനി വരും വഴിക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.